സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബൈബിളിൽ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എത്ര ആശ്വാസപ്രദമായ വചനം! കാരണം നമ്മുടെ അപേക്ഷ ആത്മാർത്ഥമായിരിക്കണം, ഹൃദയപരമാർത്ഥതയോടുകൂടി ആയിരിക്കണം നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും യാചനകളും. അപ്പോൾ ദൈവം നമ്മുടെ മുൻപിൽ ദൂതന്മാരെ അയക്കും. ജീവിതത്തിൽ പലപ്പോഴായി ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ. നമ്മുടെ അപേക്ഷകളും യാചനകളും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥപരമായി ദൈവത്തെ കരഞ്ഞു വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാനാകില്ല. ഒരിക്കൽ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ വചനമെടുത്തപ്പോൾ എനിക്ക് ലഭിച്ചതാണ് ഏശയ്യാ 59:1. രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന്. സ്നേഹമുള്ളവരെ, ആ ഒരു വചനം എനിക്ക് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഒരു വചനമായിരുന്നത്. ആ വചനം ലഭിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് പോലെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു ആ വചനം ലഭിച്ച ആ സമയം. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ എന്നെ അന്വേഷിച്ചു വരികയും അദ്ദേഹത്തിന് ഒരു ലാബ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു. സ്റ്റാഫായിട്ട് എന്നെ നിയമിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ തേടി കേരളത്തിൽ നിന്നും കർണാടകത്തിലെത്തിയത്. പക്ഷേ അതൊരു വഴിത്തിരിവായിരുന്നു. ദൂതന്മാരെ അയക്കുമെന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഉറക്കം വന്നിട്ടില്ല. ശരിക്കും ഇപ്പോൾ എനിക്ക് പറയാനറിയാം, അതൊരു ആൽഫ സ്റ്റേജ് ആയിരുന്നു, മനസ്സിൻ്റെ ഒരു ആൽഫ സ്റ്റേജ്. ഒരു 11 മണി ആയ സമയത്ത് എന്നെ ആരോ ഒരു ചെയറിൽ, ശരിക്കും എനിക്ക് ഫീലായ ഒരു അനുഭവമാണ്, എന്നെ ഒരു ചെയറിൽ ആരോ പിടിച്ചിരുത്തിയ ഒരു അനുഭവം. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു, ഒന്നും കാണുന്നില്ല. പക്ഷേ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മനസ്സ് അതുപോലെ വേദനിക്കുമ്പോൾ, ആകുലതകൾ കൊണ്ട് നിറയുമ്പോൾ ദൈവം ഇറങ്ങി വരും. ആ ഒരു സംഭവം ഇന്നെനിക്ക് കൂട്ടി വായിക്കുമ്പോൾ എനിക്കറിയാം. സ്നേഹമുള്ളവരെ, അന്ന് ലഭിച്ച ഒരു ചെയർ ഇന്നും തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അന്ന് ശരിക്കും എന്നെ ഒരു ചെയറിൽ പിടിച്ച് ഇരുത്തുകയായിരുന്നു. അതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. മനുഷ്യൻ്റെ ശ്രദ്ധ, ഒരിക്കൽ ഒരു പ്രാർത്ഥനാ സമയത്ത്, കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് വൈദികൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഇച്ചിരി ശ്രദ്ധ കുറവുണ്ട്. ഞാൻ അന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇല്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ കാര്യങ്ങൾ. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ഹൃദയപരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, ചില സമയത്തെങ്കിലും ഞാൻ ആബ്സെൻറ്റ് മൈൻഡോടെ പ്രവർത്തിക്കാറുണ്ട്. അന്ന് മുതൽ, ആ വൈദികൻ എന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാൻ ഓരോ കാര്യത്തിലും, ഓരോ വ്യക്തികൾ പറയുമ്പോഴും സസൂക്ഷ്മം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നതിൽ ജാഗ്രതയുള്ളവരും മറുപടി പറയുന്നതിൽ തിടുക്കം കൂട്ടാത്തവരുമായിരിക്കണമെന്ന്. അതേപോലെ എൻ്റെ ജീവിതത്തിലും ആ വൈദികൻ പറഞ്ഞ അന്ന് മുതൽ ഞാൻ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എപ്പോഴാണോ നമ്മുടെ ശ്രദ്ധ കൂടുന്നത്, ഫോക്കസ് കൂടുന്നത്, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ എല്ലാ അച്ഛൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളിൽ ഇല്ലാത്തൊരു സംഭവമാണ് ശ്രദ്ധ എന്നത്. അത് ചേച്ചിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ശരിയാണ്. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ 100% ശരിയാണ്. ശ്രദ്ധക്കുറവിലാണ് നമ്മുടെ ജീവിതം പല വിധത്തിലായി പോകുന്നത്, നമുക്ക് അടിപതർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്നത്തെ എൻ്റെ ഈ ടോക്ക് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥയായി.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എൽ സി ജോസ്. നമസ്തേ.